നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള കുറേ ആൾക്കാർക്കെങ്കിലും എന്നെ അറിയാം, ആശുപത്രിയിൽ വരുന്നവർക്കൊക്കെ എന്നെ അറിയാം. ഈ ഒരു ചടങ്ങിൽ ഇങ്ങനെ ഒരു ആദരവ് ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഈ ചടങ്ങിൽ വിഷയമാക്കി കൊണ്ടുവന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശുചിത്വം, അതിനോടൊപ്പം ആരോഗ്യം, ആ ആരോഗ്യത്തെ ശുചിത്വവും ബന്ധിപ്പിക്കുന്നതിൽ വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിച്ചത്. ബയോടെക്നോളജിയെക്കുറിച്ച് പറഞ്ഞു, ബയോ കെമിസ്ട്രിയെക്കുറിച്ച് പറഞ്ഞു, മറ്റു വളരെ അനുഭവ സമ്പന്നത ഉള്ള പല വിദഗ്ധരാണ് നമ്മളോട് സംസാരിച്ചത്. അതിൽ ബഹുമാന്യനായ നമ്മുടെ ഒരു ഡോക്ടർ ഇവിടെ സംസാരിച്ചതിൽ സാനിറ്റൈസർ കൊറോണ ടൈമിൽ അല്ലെങ്കിൽ കോവിഡ് ടൈമിൽ അമിതമായി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇത് തീർച്ചയായും ഒരു പ്രാക്ടീസിങ് ഡോക്ടർ എന്ന നിലയിൽ ഈ ഏരിയയിൽ, വർക്കല ഏരിയയിൽ ആദ്യമായി കോവിഡ് ചികിത്സിച്ച് തുടങ്ങിയത് നമ്മുടെ ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലാണ്. ഇവിടെ ചികിത്സകൾ ധാരാളം ആളുകൾക്ക് നൽകാനും ജീവൻ രക്ഷിക്കാനും സാധിച്ചു. എങ്കിലും ഒരു ഡോക്ടർ കൊടുക്കുന്ന ഒരു അഡ്വൈസാണ് അല്ലെങ്കിൽ ഒരു ഉപദേശമാണ്, നിങ്ങൾ സാനിറ്റൈസ് ചെയ്യൂ, അല്ലെങ്കിൽ ആരെ തൊട്ട് കഴിഞ്ഞാലും, ഏതെങ്കിലും വസ്തുവിനെ തൊട്ട് കഴിഞ്ഞാലും നമ്മൾ ഉടനെ സാനിറ്റൈസ് ചെയ്യൂ എന്ന്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ നമ്മളെ ഒരു വ്യക്തിയാക്കുന്നത് പോലും നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നമ്മുടെ ശരീരത്തിൽ നാം എങ്ങനെ ചിന്തിക്കുന്നുവെന്നും നമ്മളാക്കി തീർക്കുന്നത് പോലും ഇന്ന് ശാസ്ത്ര ഗവേഷണത്തിൽ പറയുന്നത് നമ്മളിലെല്ലാമുള്ള അണുക്കളാണ്. നമ്മുടെ വയറ്റിലുള്ള, നമ്മുടെ ത്വക്കിലുള്ള, നമ്മുടെ ലങ്സിലുള്ള എന്ന് വേണ്ട, നമ്മളെ മൊത്തം നമ്മളാക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയാക്കുന്നത് കേവലം ശരീരകോശമല്ല, മറിച്ച് ഈ ശരീരത്തിൽ നമ്മളല്ലാതെ നമ്മളിലുള്ള അണുക്കളാണ്. ഇതിനെ നാം പറയുന്നത് മൈക്രോബയോം. മൈക്രോബയോം എന്ന് പറയുന്നത് പല പല ഫംഗ്ഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊന്നും പറയേണ്ട ഒരു വേദിയല്ല ഇത്. ഒന്നുകൂടി ശുചിത്വത്തിൽ സാറ് പറഞ്ഞ പോയിന്റ് എല്ലാവരും മനസ്സിലാക്കണം. അമിത ശുചിത്വം കാരണം ബുദ്ധിമുട്ടുന്നവരെ ഞാൻ കാണുന്നുണ്ട്. ഗുരുദേവൻ ശുചിത്വം എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ച കാര്യത്തെക്കാൾ അമിതമായി ശുചിത്വം പാലിച്ചുകൊണ്ട് അസുഖമുണ്ടാകുന്നവരെക്കുറിച്ചും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയാനുള്ള സമയം എനിക്കില്ല. ഞാൻ വേറൊരു സാഹചര്യത്തിൽ ഇതിനെപ്പറ്റി പറയാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട സ്വാമിമാർ ഇങ്ങനെ ഒരു അവസരം തന്നതിലും ആദരവ് തന്നതിലും വേദിയിലെ എല്ലാ വിശിഷ്ട അതിഥികൾക്കും ഒന്നുകൂടി എൻ്റെ വിനീതമായ കൂപ്പുകൈ. അതുപോലെ വരുന്ന വർഷത്തിൽ എല്ലാവർക്കും നല്ലൊരു ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് അധികം നീട്ടാതെ തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ശ്രീമതി